തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മോടൊപ്പം വേറൊരു കലാകാരൻ കൂടി ചേരുന്നുണ്ട്. റിയാസ്, തൃശ്ശൂർ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരുപക്ഷെ ഇടക്ക വാദ്യ കലാരംഗത്ത് മലയാളിയുടെ അഭിമാനമായ കലാകാരൻ, ഇത്തവണത്തെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് കൃഷ്ണേട്ടൻ, ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ. കൃഷ്ണേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൂരം തകൃതി പറയുമ്പോൾ രോമാഞ്ചാവണം. തൃശ്ശൂർ പൂരമായിട്ട് രോമാഞ്ചാവും. അതാണ് പൂരം. എങ്ങനെയുണ്ട്? ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ആ പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ തട്ടം വിട്ട് പോവില്ല. ഞാൻ തിരുവമ്പാടി തട്ടാക്കാരനാണ്. തട്ടം വിട്ട് പോരെന്ന് പറയും. പോകാൻ പറ്റൂല. തൃശ്ശൂർ പൂരം വന്നാൽ പിന്നെ ഇത് ഒഴിവാക്കിയിട്ട് വേറെ ഒരു കളിയില്ല. ഇല്ല, എന്ത് ട്രിപ്പ് വന്നാലും പോവില്ല. അതിവിടെ ഉണ്ടോ? ഈ സമയത്ത് ഉണ്ടായിരിക്കും ഇവിടെ. ഇത്തവണത്തെ പൂരത്തിന് ഒരു സന്തോഷവും കൂടിയുണ്ട്. ഒരു അവാർഡ് നിറവിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇടയ്ക്ക് വാദ്യത്തിന് ക്ഷേത്രവാദ്യമായിട്ടുള്ള ഇടയ്ക്കേക്ക് സംഗീത അക്കാദമി അവാർഡ് കിട്ടിയ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അതും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഇത്തവണത്തെ കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞത് വിശ്വോത്തര കലാകാരനായ മട്ടന്നൂർ ശങ്കുട്ടിമാരാണ്. അദ്ദേഹം ചെയർമാൻ ഇരിക്കുന്നു. കരിവള്ളൂർ മുരളിയേട്ടൻ സെക്രട്ടറി, ഒരുപാട് VT മുരളി, കല്ലറ ഗോപൻചേട്ടൻ, അങ്ങനെ ആനടി പ്രസാദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കലാകാരന്മാരുള്ള ഒരു കമ്മിറ്റിയാണ് എനിക്ക് അവാർഡ് തന്നത്. അപ്പോൾ ഈ അവാർഡിന് ഇരട്ടി മധുരമാണ്. തീർച്ചയായും ഏതോ ഒരു രാഷ്ട്രീയം മാത്രമല്ലാത്തൊരു അല്ല, ഇത് കലാകാരന്മാരെ തിരഞ്ഞെടുക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ശങ്കരേട്ടനെ ഇത് കിട്ടുമ്പോൾ വലിയൊരു അദ്ദേഹം എന്ന് പറയുന്നത് വലിയ വാദ്യ കലാകാരനാണ്. ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. ചെണ്ട എന്ന വാദ്യം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയ അതാണ് ഒരുപക്ഷെ ഏക കലാകാരനെ പറയാം. അത് മറ്റൊരു ശങ്കരൻ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റ രീതി, ഒരു വലിയ കലാകാരനാണ്, ലോകം ആദരിക്കുന്ന കലാകാരൻ. തീർച്ചയായിട്ടും എനിക്ക് മട്ടന്നൂർ ശങ്കരകുട്ടിമാരെ അറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് തലക്കനം കൂടും. അത്രയും തലക്കനം അദ്ദേഹത്തിനില്ല. അതാണ് എന്റെ എളിമയുടെ രാജാവാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വാദ്യങ്ങളുടെ എമ്പുരാൻ സത്യമാണ്. അതാണ് നമുക്ക് എന്തായാലും കൃഷ്ണേട്ടനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണേട്ടന്റെ ഈ ഇടയ്ക്കയുടെ ഒരു സ്വരം നമ്മുടെ പ്രേക്ഷകരെ കേൾക്കണം. പക്ഷെ നീ ഇങ്ങനെ പാട്ട് ഞാൻ അതിന് കൂടെ വായിച്ചാലോ? പാട്ടിന് അനുസരിച്ച് ദാസേട്ടന്റെ പാട്ടല്ലേ? അതെ. ഇത് എനിക്കിത് വായിക്കാൻ കഴിഞ്ഞതിന് കാരണം ഏതാണ്ട് 50,000 മേലെ പാട്ടുകൾക്ക് ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് റെക്കോർഡിങ്ങിന്. അനുഭവമാണ് വായിക്കാൻ ഇത് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനിപ്പോൾ വായിക്കാൻ എളുപ്പമല്ല. അത് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഈ നമ്മുടെ പൂരവിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷ്ണേട്ടൻ ചെറുപ്പത്തിലെ ഇവിടെ പൂരം കാണുന്നയാളാണ്, പൂരം ആസ്വദിക്കുന്നയാളാണ്. ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഒരു 5 പതിറ്റാണ്ടിന്റെ 6 നൂറ്റാണ്ടിന്റെ അനുഭവമുണ്ട്. പൂരത്തിന് ഇടയ്ക്ക് ഇല്ല, ഞാൻ വായിക്കാറില്ല. എന്റെ ഇടയ്ക്ക് 2 കൊല്ലം മുമ്പ് ടീച്ചർ മോഹനേട്ടൻ ഇടയ്ക്കയുടെ പ്രമാണിയായിരുന്നു തിരുവമ്പാടിയുടെ. ഒരു കൊല്ലം മഴയൊക്കെ പെയ്ത് പ്രശ്നം വന്ന ദിവസം അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഈ ഇടയ്ക്കാണ് വായിച്ചത്. മഠത്തിലൊരു അദ്ദേഹം ഈ ഇടയ്ക്കാണ് വായിച്ചത്. ഈ ഇടയ്ക്ക് ഒരു പൂരമായി ബന്ധമുള്ളത്. പിന്നെ പന്നൂർ മഹാരാജന്റെ ആകാശവാണി റെക്കോർഡിങ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെറിയ തൊഴിൽ പ്രശ്നം വന്നു. അപ്പോൾ ഇതാണ് വായിച്ചത്. അങ്ങനെ മഹാരാജന്മാരെ വായിച്ചതിന്റെ ഇടയ്ക്കില്ല, അത്രേ ഉള്ളൂ. ഞാൻ പൂരത്തിന് വായിക്കാറില്ല. പൂരത്തിന് ഇതന്നെ പൂരത്തിന് വായിക്കുന്ന ഇടയ്ക്കാണ്. അല്ലാതെ വടക്കുന്നതിന്റെ മുൻപിൽ വായിച്ചു ഇഷ്ടം പോലെ. എന്റെ ആരംഭം ഇവിടെയാണ്. 40 വർഷം മുമ്പ് ഞാൻ ആദ്യം പാടുകയും ഇടയ്ക്ക് വായിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ഈ നടയിലാണ് ശിവരാത്രിക്ക് തുടങ്ങിയിട്ടാണ്. ഒരു 40 വർഷത്തെ ബന്ധമാണ് പൂരപ്പുറമായിട്ടുള്ളത്. വലിയൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും അത് തൃശ്ശൂർ എന്ന് പറയാൻ തന്നെ അഭിമാനമുണ്ട്. മറ്റേ കവികൾ എഴുതിയിട്ടില്ലേ, കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാണ് അന്തരംഗം. അതിന് പക്ഷേ ഞാൻ തിരുത്തും. തൃശ്ശൂർ എന്ന് കേട്ടാൽ ചോര നൽകി നമുക്ക് തൃശ്ശൂർ. കാരണം വേണമെന്നല്ല, സാക്ഷാൽ വടക്കുന്നാഥന്റെ
ഈ മണ്ണിൽ നിൽക്കാനുള്ള ഭാഗ്യം തന്നെയാണ്. ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിലക്കണം ചോര ഞരമ്പുകളിൽ. ഇപ്പം കേരളത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുന്നു, തൃശ്ശൂർ എന്ന് കേട്ടാൽ ലോകം മൊത്തം ഇപ്പൊ തൃശ്ശൂരാ. ഇത് ലോകത്തിന്റെ പോലല്ലേ, നമുക്ക് പ്രശസ്തമായിട്ടില്ല. ഈ 86 ഞാൻ ജർമ്മനിയിൽ പോണ കാലത്തേക്ക് തൃശ്ശൂർ കൃഷ്ണകുമാർ യു ആർ ഫ്രം തൃശ്ശൂർ, ഏതെങ്കിലും സാഹിബ് ചോദിക്കും ഐ ഹാവ് കം തൃശ്ശൂർ പൂരം, യു നോ കലാമണ്ഡലം, തൃശ്ശൂർ പൂരം, ക്ഷേമാവതി, ഗോപിയാശാൻ ചോദിക്കും. ഇതൊക്കെയാണ് ഏറ്റവും ലോക അറിയപ്പെടുന്നത്. ഗോപിയാശാനാണ് കലാമണ്ഡലം. ഗോപിയാശാന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ഇതുമായാണ് ഷോളുമായിട്ടാണ് ഇന്ന് ഡോക്ടർ കൃഷ്ണകുമാർ, തൃശ്ശൂർ കൃഷ്ണകുമാർ ഇവിടേക്ക് ഈ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കഥകളിയുമുണ്ട്, അതാണ് കലാമണ്ഡലം. ഒപ്പം തന്നെ ഈ നമ്മുടെ വടക്കുന്നാഥന്റെ മണ്ണ്, ശക്തന്റെ മണ്ണ്, അങ്ങനെ ഒരു സാംസ്കാരിക പൈതൃകങ്ങളാൽ സമ്പുഷ്ടമാണ് തൃശ്ശൂർ നഗരം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയും. എല്ലാം കൊണ്ടാണ്. കാരണം കുറേ എല്ലാ അക്കാദമികളുണ്ട്. മാത്രമല്ല ഇത്രയും സംസ്കാര നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങും വേറെ ഒരു ജില്ലയിലുമില്ല, തൃശ്ശൂരുള്ളൂ. ചുമ്മാ നോക്കുക, ആൾക്കാർ പോലെ കുറേ ആനകൾ പോകണല്ലേ, ഇങ്ങനെയൊക്കെ എവിടെ കാണും? അത് വേറെ സ്ഥലത്ത് കാണില്ല. ഈ തൃശ്ശൂർ പൂരം ബോംബെയിൽ നടത്തുന്നുണ്ട്, കൊല്ലം പൂരം നടത്തുന്നുണ്ട്. ഇതെല്ലാത്തിനും മാർഗം ഇവിടെ നിന്നാണ് ഏറ്റത്. അത് എന്തായാലും ലോകം ഏറ്റെടുത്ത് കഴിഞ്ഞു. 220 കൊല്ലായി ഇത്. ഇനിയിപ്പോ എസ്റ്റാബ്ലിഷ് ആക്കി കഴിഞ്ഞു. ഈ ലോകാവസാനം വരെ പൂരം ഉണ്ടാവും. നമ്മുടെ കാളിദാസൻ എന്തോ കൃഷ്ണേട്ടനോട് ചോദിക്കാം. അല്ല, എന്താ പറയുക, ഞാൻ കുറച്ചു കാലം അഷ്ടപതി പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് പന്തളം ഉണ്ണികൃഷ്ണൻ. അതെ, കഥകളി കൂടിയാണ്. അതെ അതെ, ഉണ്ണിട്ടൻ ഒരു എൻസൈക്ലോപീഡിയ. അതെ അതെ അതെ, എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആളാണ്. അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗുരുവിനേക്കാൾ ഉപരി എനിക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അദ്ദേഹം ഒരു ഗുരുസ്ഥാനിയാണ്, സുഹൃത്താണ്, ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പം എന്നെ ഗുരു പഠിപ്പിച്ച ഇപ്പൊ ഇടയ്ക്ക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഒരു ശ്രേഷ്ഠമായ ഒരു വാദ്യോപകരണമാണ്. അപ്പം ഗുരു ആദ്യം എന്നെ പഠിപ്പിച്ചതാണ്, ഇടയ്ക്ക നമുക്ക് താഴെ വെക്കാൻ പറ്റത്തില്ല, നിലത്ത് വെക്കാൻ പാടില്ല, മറ്റുപകരണങ്ങൾ പോലെയല്ല, അത്രത്തോളം ശ്രേഷ്ഠമാണ് നമ്മൾ. അതുകൊണ്ട് എപ്പോഴും തൂക്കിയിടുന്നത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. ഗുരുവിന്റെ വീട്ടിൽ ഇത് പഠിക്കാൻ പോയ സമയത്ത് ഇത് തൂക്കിയിട്ട് എന്തുകൊണ്ട് ഇത് താഴെ വെക്കുന്നില്ല? നമ്മൾ ചെണ്ട താഴെ വെച്ചിട്ട് വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ ആ ഒരു വ്യത്യാസമുണ്ട്. അത്രത്തോളം ക്ഷേത്രകലയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇടയ്ക്ക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ, തൃപ്പൂണിത്തുറ ശാസ്ത്രം വെച്ച് ഇടയ്ക്കാണ് കഴിക്കുന്നത്. വടക്കുന്നാഥ പാട്ടുണ്ട്. ഇടയ്ക്കാനുള്ള വാദ്യത്തിന് പ്രത്യേകത പലർക്കും അറിയുന്നതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. 64 കലകളുണ്ട്. 64 കലകള്, 4 വേദങ്ങള്, 6 ശാസ്ത്രങ്ങള്, ജീവാത്മാവ്, പരമാത്മാവ്. ഈ കുറ്റി ബോഡി മനുഷ്യന്റെ ശരീരം പോലെ ശരീരമാണ്. ഇതില് നമ്മുടെ നാസിക പോലെ ഒരു ഹോളുണ്ട്. ഇത് 2 ഹോളുണ്ട്. ഈ പൊള്ളയായ ഉടുക്കിന്റെ ഉൾഭാഗത്ത് ഹോളുണ്ട്. അതെ, ഇത് ഈറുണ്ട്, ജീവനാണ്, സ്പന്ദനം. ഇത്രയും ഇത് നാഗാഭരണമാണ്, സങ്കല്പം. ഇത്രയും ശ്രേഷ്ഠമായിട്ട് വാദ്യത്തിന് താഴ്ത്തി വയ്ക്കുന്നത് ശരിയല്ല. അത് താഴ്ത്തി വെച്ചിരിക്കില്ല. ഇരിക്കോ? ശിവനെ കൊണ്ട് താഴ്ത്തിരിക്കില്ലല്ലോ, അയാളെ കൈലാസത്തിരിക്കുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് അതിന്റെ മെയിൻ കാര്യം. പിന്നെ പലരും പറയണ്ട, അതൊക്കെ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ എനിക്കിതിൽ വിശ്വസിക്കാനാണ് കേട്ടോ ഇഷ്ടം. എന്നെ ഗുരു പഠിപ്പിച്ചതാണ്, എനിക്കിതിൽ വിശ്വസിക്കാനാണ്. ഇപ്പം ഞാൻ ശരിയല്ലേ പറഞ്ഞതും കറക്റ്റ്, അക്ഷരം പ്രതി ശരിയാണ്. ഗുരു എന്നോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു ഗുരുമുഖമായി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് മറ്റൊരു ഗുരുമുഖമാണ്. അങ്ങനെ പറയാം. ഗുരു അവിടെ ഗുരു ഞങ്ങളുടെ നമ്മുടെ എല്ലാം ഗുരു സർവം നടത്തുന്നതാണ് ഗുരുവാണ്. ഇനിയിപ്പോ പൂരം കഴിഞ്ഞാൽ എന്തൊക്കെയാ പരിപാടികൾ? ഇനിയിപ്പോ മഠത്തിൽ വരവ്, പഞ്ചവാദ്യം. അതല്ല, ഇവിടെയല്ല പൂരവിശേഷങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃഷ്ണേട്ടനെ സംബന്ധിച്ച് ഇനിയിപ്പോ വിദേശത്തും മറ്റോ വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അടുത്തൊന്നായിട്ടില്ല. ഇപ്പൊ ഗുരുവായൂർ വൈശാഖ മാസമാണ്. അവിടെ ഒരുപാട് കുട്ടികളുടെ അരങ്ങേറ്റങ്ങളുണ്ട്, പാട്ട് കച്ചേരി ഇറങ്ങിയിട്ടുണ്ട്, ഡാൻസ് അരങ്ങേറ്റങ്ങളുണ്ട്. അതങ്ങനെ ഗുരുവായൂർ ഇനി കുറച്ച് ദിവസം ഗുരുവായൂരാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കേരള വിഷൻ ന്യൂസിനൊപ്പം കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്കൊപ്പം ചേർന്നത് പ്രേക്ഷകരാണ് കേരള വിഷന്റെ സ്ഥിരം. നമുക്ക് സന്തോഷമാണ്. ഒരു വലിയൊരു ഈ ഇടക്ക കലാകാരൻ, വാദ്യകലാകാരൻ കേരള വിഷൻ ന്യൂസിന്റെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. ഇനിയും അങ്ങേക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. ഒരു പത്മശ്രീ ഒക്കെ വരുന്ന രീതിയിലേക്ക്. അതെ, അന്ന് ഓർക്കണം. സാറിനെ കാണുമ്പോ ഞാനും നമുക്കൊരു 4 വരി എന്തായാലും. അഷ്ടപതി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രകലയാണ്. നമ്മളപ്പോ അതിൻ്റെതായിട്ടുള്ള കൃത്യമായ വരികളും ഒക്കെയാണ്. ഞാൻ എന്തായാലും നമ്മുടെ
ഈ അഷ്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രളയപയോധി ജലെ. അപ്പൊ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് തീർച്ചയായും. ഓക്കെ. അപ്പം ഇല്ല, അത് നമുക്ക് ശീലമല്ലേ നമുക്ക് തമ്പുരി വഴി മാറും. അതെ, നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ മുഴുകിയാൽ നമ്മൾ ഇതൊന്നും അറിയില്ല. പ്രളയപയോധി ജലേ കൃതവാനസി ഏതം വിഹിതവൈത്ര ചരിത്രമഖേദം കേശവാധൃത ഹീന ശരീര ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ക്ഷിതിരതി വിപുല തലേ തവ തിഷ്ഠതി പൃഷ്ഠേ ധരണി ധരണ കിണ ചക്രഗരീഷ്ടേ കേശവാധൃത ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. രണ്ടുപേരും തകർത്തു എന്ന് പറയാം. മുഴുവനാക്കാൻ കൊതിയായി. അത് ഞാനും അതിലങ്ങ് മുഴുകിപ്പോയി. ഇപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഞാനിപ്പം ചൊല്ലിയത് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു അഷ്ടപതിയാണ്. അതിലെ 2 അവതാരങ്ങൾ മാത്രമേ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ. ഇനി 8 ബാക്കി കിടക്കുക. പക്ഷെ നമ്മൾ ഈ പൂരത്തിന്റെ ആവേശത്തിലായതുകൊണ്ട് പൂരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 10 പറഞ്ഞില്ലേ, അതെ, ദശാവതാരം പൂരത്തിന് 10 പൂരമാണ് തൃശ്ശൂർ പൂരത്തില്. അതെ അതെ, 8 ഘടകങ്ങളും 2 പ്രധാനികൾ എല്ലാം പ്രധാനിയായിപ്പോ. ഘടകം എന്ന് പറയണ്ട, എല്ലാം ഒരുപോലെ തന്നെ പ്രധാനമായി. പ്രത്യേകം ഒന്നും മാറ്റി നിർത്താം. അതെ, 2 ശാസ്താവും ബാക്കി 8 ദേവതകളും ദേവന്മാരുടെയും. അങ്ങനെ ഈ പൂരവും ദശപൂരമാണ്. അതാണ് ദശാവതാരം മുതൽ ദശപൂരം. എന്തായാലും വളരെ സന്തോഷം കൃഷ്ണേട്ട. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും തേടിയെത്തട്ടെ. അപ്പോഴൊക്കെ നമുക്ക് കാണണം, കണ്ടുമുട്ടണം. ഇനിയും ഈ ഇടക്കയിൽ നിന്നുള്ള ആ മനോഹരമായ ശബ്ദം, ആ സ്വരം നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും ആസ്വദിക്കണം. കാരണം നമ്മളൊക്കെ കലാസ്വാദകരാണ്, പൂരം ആസ്വാദകരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ആ വാക്കുകൾ എന്താ പറയുക, നമുക്കും ഒരു വലിയ പ്രചോദനമാണ്. എന്തായാലും ഇത്രയും നേരം കേരള വിഷൻ ന്യൂസിനൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ചും ആടിയതിന് അങ്ങോട്ടും നന്ദി. പിന്നെ എന്റെ തീർച്ചയായും ഞാനും പറയും എപ്പോഴും. ഇനി കാണുമ്പോൾ എന്നെ കൂടെ പറയാം, കാളിദാസൻ എന്ന് പറഞ്ഞ. അതെ അതെ അതെ, കാളിദാസ് നമുക്കിടയിലെ ഒരു നല്ല അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും തെളിയിച്ചല്ലോ. അതാണ് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. കൃഷ്ണ, വേറൊരു കാര്യമുണ്ട്. ഏറെ കാലമായി ഞാൻ ഈ അഷ്ടപതി പാടിയിട്ട്. ഇപ്പൊ ഇടയ്ക്കിടെ താളത്തോടെ എനിക്ക് പാടാൻ സാധിക്കും. വടക്കുന്നാഥന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതില് രസകരമായ ഒരു കാര്യം, 4 വരിയും കൂടെ ആയി കഴിയും നമ്മളെ ആവേശത്തിനൊരു അല്ലേ, നമ്മളെ ആവേശത്തിലേക്ക്. അതുകൊണ്ടാണ് ഘടകങ്ങളൊക്കെ പല ഭാഗങ്ങളങ്ങ് മുറുകുവാണല്ലോ. നമുക്ക് വേറെ അതെ, മറ്റൊരു അവസരത്തിൽ തീർച്ചയായും നമുക്ക് തകർക്കണം. ഇനി നമ്മൾ